പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 2014 പത്തനംതിട്ടയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 0.0121 റൂട്ട് കാണാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോയിൻ്റ് ഒഴിവാക്കിയുള്ള 1 to 1 റൂട്ട് കാണാം. 1 to 1 റൂട്ട് നമുക്കറിയാം 11 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 4 ഈ പോയിൻ്റ് കഴിഞ്ഞ് 4 ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ 4 ഭാഗങ്ങളാവുമ്പോൾ ഇവിടെ 2 ഈ 11 മുമ്പ് 11 ഇവിടെ 2 റൂട്ടിൻ്റെ ഉള്ളിൽ 4 അക്കങ്ങൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് അക്കങ്ങളാവുമ്പോൾ പുറത്ത് വരുമ്പോൾ അത് 2 എണ്ണമാവും. 2 ദശാംശം കഴിഞ്ഞ് 2 അക്കങ്ങൾ ഇങ്ങോട്ട് മാറും. അപ്പോൾ അത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 0.11 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ. സ്വർണത്തിന് വർഷം തോറും 10% എന്ന തോതിൽ മാത്രം വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപ എങ്കിൽ 2 വർഷത്തിനു ശേഷം എത്ര രൂപയായിരിക്കും? ഇത് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ നമുക്ക് ആ ഇക്വേഷൻ ചെയ്തു പോകുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടും. നമ്മൾ സാധാരണയായി എടുക്കുന്ന ആ ഇക്വേഷൻസ് മാറ്റി ഈ ഒരു രീതിയിൽ ചെയ്യാം. A+B + A × B / 100. A എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ വർഷവും B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനമാണ് 2 വർഷത്തിന് എന്ന് നമുക്ക് കിട്ടും. അത് ഈ ടോട്ടൽ എമൗണ്ടിൽ നമ്മൾ അതിൻ്റെ ശതമാനം കണ്ടാൽ നമുക്കതിൻ്റെ ആൻസർ ലഭിക്കുന്നതാണ്. ഇവിടെ 10 + 10 + 10 × 10 / 100 ആണ്. ഈ 0 വെട്ടിപ്പോവും. അപ്പോൾ 10, 20, 21 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 2 വർഷത്തിന് 21% വില വർദ്ധിച്ചത് എങ്കിൽ, അപ്പോൾ നമ്മൾ 20,000ൻ്റെ 21% കണ്ടാൽ നമുക്ക് 4,200 എന്ന് കിട്ടും. ആ 4,200 20,000 കൂട്ടിയാൽ നമുക്ക് ആൻസർ 24,200. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. -1/100 + -1/101 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ -2 × 2 -2/3 ആയാൽ എങ്ങനെ വരും ചോദിച്ചാൽ 2 × 2 എന്ന് പറഞ്ഞാൽ 4 + 4 വരും. ഇവിടെ മൈനസ് വരും, -8 വരിക. കാരണം ഇത് ഇരട്ടസംഖ്യയും ഇത് ഒറ്റസംഖ്യയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ആൻസർ ചെയ്താൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ -1 + 1 എന്ന് വരും. അപ്പോൾ 0. കാരണം ഇവിടെ 100 എന്ന് പറയുമ്പോൾ +1 വരിക. ഇവിടെ 101 അപ്പോൾ അത് ഒറ്റസംഖ്യയാണ്. അപ്പോൾ -1 എന്ന് ആൻസർ വരും. അത് തമ്മിൽ വ്യത്യാസം 0. 4. 32 ആളുകൾ ഒരു ജോലി പൂർത്തിയാക്കാൻ 15 ദിവസം വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര ആളുകൾ വേണം? M1D1 = M2D2 ആയാൽ 32 ആളുകൾക്ക് 32 × 15 = M2 ആണ് × 10. അപ്പോൾ M2 ഇങ്ങോട്ട് വരുമ്പോൾ അത് 32 × 15 / 10 എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്നത് 48 എന്നാണ്. അടുത്ത 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% കിട്ടണമെങ്കിൽ ഒരു സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് വെച്ചുള്ളത്. ഇവിടെ നമ്മൾ അധികം ആലോചിക്കാനില്ല. കാരണം ഈ 150 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 രൂപയുടെ ഒരു സാധനം നമ്മൾ 90 രൂപയ്ക്ക് വിറ്റാൽ അതിൻ്റെ 90 രൂപ എന്ന് പറഞ്ഞാൽ 90%. നമുക്കത് വിൽക്കണമെന്ന് 110 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ അത് നമ്മൾ ആദ്യം വിൽക്കേണ്ടത് 110%. ആ ഒരു ഐഡിയ വെച്ചാൽ മതി.
ഈ ഒരു ക്വസ്റ്റ്യന് 150 രൂപ എന്നത് 90 ഈ 150 രൂപ 90 ആകുമ്പോൾ 1% കാണണമെങ്കിൽ 150/90. അത് നമുക്ക് വിൽക്കേണ്ടത് സംഭവം 110%. 10% ലാഭം കിട്ടണമാണ് അത് വിൽക്കുന്നത്. അപ്പോൾ 150/90 എന്ന് പറയുമ്പോൾ 1% കിട്ടി. അത് എത്ര ശതമാനത്തിനാണ് വിൽക്കുന്നത്? 100% ആണെങ്കിൽ ആ സംഖ്യ ചോദിച്ചിട്ടുള്ളത് 100% കൊടുക്കുക. 10% അത് കൂട്ടി വെക്കണമെങ്കിൽ 10% കൊടുക്കുക. 20% ആണെങ്കിൽ 120 എന്ന് പറഞ്ഞ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 220. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കമ്പനി 24 ജോലിക്കാരുടെ ശരാശരി വയസ്സ് 35 മാനേജറുടെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി 1 വർദ്ധിച്ചു എങ്കിൽ മാനേജറുടെ വയസ്സ് എത്ര? 24 ജോലിക്കാരുടെ ശരാശരി വയസ്സ് 35. അപ്പോൾ ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ 24/35. മാനേജർ കൂടി വന്നപ്പോൾ അത് 25 അത് 36. ഒരു വയസ്സ് കൂടെ കൂടിയിട്ടുണ്ട്, 1 വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25/36 900. അതിന് 840 മൈനസ് ചെയ്താൽ നമുക്ക് മാനേജറുടെ വയസ്സ് 60 എന്ന് കിട്ടും. ഇവിടെ അടുത്ത പൂർണ്ണസംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്, അടുത്ത സംഖ്യ അല്ല, പൂർണ്ണസംഖ്യ ഏതെന്ന് വെച്ചിട്ട് ഇവിടെ ഇത് നമുക്ക് ഈ മിശ്രഭിന്നം എന്നുള്ളത് വിഷമഭിന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം. 16/5 എങ്ങനെ കിട്ടിയ വെച്ചാൽ 3 × 5 15 + 1 16. ഈ ഛേദം അവിടെ തന്നെ എഴുതുക, 5 എന്ന് തന്നെ എഴുതുക. പിന്നെ 3 × 5 15 +3 18. അതുപോലെ ഇവിടെ കിട്ടുന്നത് 20/5 20/5 ഒരു പൂർണ്ണസംഖ്യയാണ്. 20/5 പറയുമ്പോൾ 4 കിട്ടുക. അതുപോലെ 22/5 എന്ന് പറയുമ്പോൾ 4 × 5 20 + 22. അടുത്ത് 24/5 26/5 28/5 അങ്ങനെ പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ 30/5 30/5 എന്ന് പറയുമ്പോൾ ആൻസർ ഇവിടെ ഇതാണ് പൂർണ്ണസംഖ്യ. അപ്പോൾ അതാണ് ആൻസർ 30/5 എന്ന് പറയുമ്പോൾ 6. ശ്രദ്ധിക്കേണ്ട, നെക്സ്റ്റ് സംഖ്യ അല്ല ചോദിക്കുന്നത്, പൂർണ്ണസംഖ്യയാണ്. നെക്സ്റ്റ് സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 24/5 വരിക, അതല്ല ഇവിടെ പൂർണ്ണസംഖ്യ ഏത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 6. 30 മീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു മൈതാനത്തിന് ചുറ്റും ഒരു കുട്ടി നടക്കുകയാണ്. ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെൻറ്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ മൈതാനത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുവാൻ എത്ര ചുവടുകൾ വയ്ക്കേണ്ടി വരും? ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ഇതാണ്. സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3a, കാരണം 3 വശങ്ങളും തുല്യമായിട്ടുള്ളതിൽ 3a. ഇവിടെ തന്നിട്ടുണ്ട് 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 × 30 90 മീറ്ററാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററിലാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 90 മീറ്റർ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കുക, അത് 900 സെൻറ്റിമീറ്ററാണ് 90 മീറ്റർ. ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെൻറ്റിമീറ്റർ പിന്നിടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ചുവട് വയ്ക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈതാനത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുവാൻ വേണ്ട ചുവടുകൾ എന്ന് പറഞ്ഞാൽ ഈ 9000 സെൻറ്റിമീറ്റർ /60 എന്ന് കൊടുത്താൽ ഇവിടെ നമുക്ക് കിട്ടും 150 എന്ന് കിട്ടും നമുക്ക് ആൻസർ. 150, കാരണം ഒരു ചുവട് വയ്ക്കാൻ 60 സെൻറ്റിമീറ്റർ. നമ്മൾ ഇത് ഒരു ചുവട് വയ്ക്കാൻ 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ അതിൻ്റെ വിസ്തീർണ്ണം 9000. അപ്പോൾ 9000 /60 150 സെൻറ്റിമീറ്റർ. 150 ചുവടുകൾ. മാറിപ്പോയതാണ്, സോറി. ഇവിടെ 2.6² മൈനസ് 2.4² എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഇക്വേഷനാണ് a² - b² = a + b a - b എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. ഇനി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണയായി ചെയ്യാവുന്നതാണ്. 2.26 × 2.6 മൈനസ് 2.4 × 2.4 എന്ന് ചെയ്താലും മതി. പക്ഷേ അതാണ് ചെയ്യുന്നത് നല്ലത്. ഈ ഒരു ഇക്വേഷൻ നോക്കി ചെയ്യുന്നതാണ്.
അപ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. ഒരു അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൻ്റെ വ്യാസാർദ്ധം 6 സെൻറ്റിമീറ്റർ എങ്കിൽ ഈ പാത്രത്തിൻ്റെ വ്യാപ്തം എത്ര? നമുക്കറിയാം അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 2/3 πr³ അപ്പോൾ വ്യാസാർദ്ധം എന്നുണ്ട് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ. അപ്പോൾ വ്യാപ്തം നമ്മളിത് അപ്ലൈ ചെയ്താൽ മതി. 6 ഇവിടെ തന്നിട്ടുണ്ട്, 6 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. 6³ തന്നിട്ടുണ്ട്. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ 3.14 അല്ലെങ്കിൽ 22/7 പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ആൻസറിൽ പൈ കൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈൻ്റെ വാല്യൂ കാണേണ്ടതില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കറക്റ്റായിട്ട് എല്ലാ സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ പൈൻ്റെ വാല്യൂ കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ 144 പൈ എന്നാണ് കിട്ടുന്നത് ആൻസർ. ഒരു കടയിലെ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും താഴത്തെ വരിയിൽ 25, അതിന് മുകളിലത്തെ വരിയിൽ 23, അതിന് മുകളിൽ 21 എന്നീ ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ ഒരു സോപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ ആകെ എത്ര വരികളുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 25 മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് അത് എഴുതി നോക്കി ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. എ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയും, എൻ എന്ന് പറയുന്നത് ടോട്ടൽ എണ്ണവും, ഡി എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യയുമായാൽ അത് ഈ പൊതുവ്യത്യാസം കാണാനുള്ള ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. എൻ എന്ന് പറയുന്നത് അവസാന സംഖ്യ, A1 എന്ന് പറയുന്നത് ആദ്യ സംഖ്യ, എൻ എന്ന് പറയുന്നത് ടോട്ടൽ എണ്ണം. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഈ ഒരു ആൻസർ കിട്ടും. പക്ഷേ അതിൽ 25 ഇവിടെ ടോട്ടൽ 25 നമ്പർ ആയതുകൊണ്ട് നമുക്കത് ജസ്റ്റ് എഴുതി വെച്ച് ചെയ്യാവുന്നതിനാണ്. ഇത് 250, 300 ആ രീതിയിലൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ്റെ പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. ആൻസർ നമുക്ക് 13 എന്ന ആൻസർ കിട്ടും. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സമയം 9:30 ആയിരുന്നാൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഇവിടെ കോണളവ് കാണാൻ മണിക്കൂർ × 30 - മിനിറ്റ് × 5/5, 5/5 അല്ലെങ്കിൽ 11/2 രണ്ടും ഇക്വേഷൻ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് ചെയ്യാം. അത് രണ്ട് ചെയ്യുന്നതിനും പ്രശ്നമില്ല. ഇവിടെ മണിക്കൂർ എന്ന് പറയുന്നത് 9 ആണ്. 9 × 30 770. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 5/30 ആണ്. 30 × 5.5 165. ഇവ തമ്മിലുള്ള വ്യത്യാസം 105 ഡിഗ്രി എന്ന് കിട്ടും. അതാണ് നമുക്ക് ആൻസർ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോഡ് ബേസ് ആണ്. BCC ED GEIF നെക്സ്റ്റ് ഏതാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ബി കഴിഞ്ഞിട്ട് പ്ലസ്, ഒന്നിടവിട്ട് പ്ലസ് ആണ്. അതിൻ്റെ അപ്പുറത്ത് സി കഴിഞ്ഞ് ഒന്നിടവിട്ട് 2 കൊണ്ട് പ്ലസ്, 2 പ്ലസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ലെറ്റർ നോക്കിയാൽ കെ ആണ് നെക്സ്റ്റ് ലെറ്റർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. A = 2, B = 3, C = 4 എന്നിങ്ങനെ ആയാൽ 6, 25, 2, 14 എന്നിവയെ സൂചിപ്പിക്കുന്ന ഇതെന്തെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 6, ഇവിടെ A എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 - 1 ആണ് A, 3 - 2 ആണ് B, 3 - 1 B, 4 - 1 C. അങ്ങനെ പോയാൽ 6 - 1 E, ബാക്കി 25 - 1 X, 2 - 1 A, 14 - 1 M. അപ്പോൾ നമുക്ക് എക്സാം എന്ന് കിട്ടും ആൻസർ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. 2, 3, 5, 6 ഇവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. 2, 3, 5, 6 ഇവയിൽ 6 ആണ് ആൻസർ. കാരണം 2, 3, 5 എന്ന് അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ ആൻസർ 6. 16. 2013 അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ദിവസമെങ്കിൽ അടുത്ത വർഷം റിപ്പബ്ലിക് ദിനം ഏത് ദിവസമായിരിക്കും എന്ന് ചോദിച്ചിട്ടുള്ളത്. 2011 ഡിസംബർ 31 ചൊവ്വ ആണെങ്കിൽ, അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് 26 ദിവസങ്ങളുണ്ട്. ജനുവരി 26-നാണ്. അപ്പോൾ 26 ദിവസങ്ങളുണ്ട്.
അപ്പോൾ 26/7 നോക്കുക. അപ്പോൾ നമുക്ക് 21 സിസ്റ്റം 5 കിട്ടും. അപ്പോൾ 5 ഈ ഒരു ദിവസം കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ആണ് ആൻസർ. ആ ആൻസർ ഞായർ ആണ് നമുക്ക് കിട്ടുക. 17-ാമത്തെ ക്വസ്റ്റ്യൻ. രാജു 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ അയാൾ യാത്ര തിരിച്ചെടുത്തു നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? രാജു ആദ്യം 3 കിലോമീറ്റർ സഞ്ചരിച്ചു തെക്കോട്ട്, പിന്നെ ഇടത്തോട്ട് 8 കിലോമീറ്റർ, പിന്നീട് തിരിഞ്ഞ് വലത്തോട്ട് വീണ്ടും 3 കിലോമീറ്റർ എങ്കിൽ അയാൾ ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിന് എത്രയാണ്? ഇവിടെ നമുക്ക് കാണാം ഒരു മട്ടത്രികോണം രൂപീകരിക്കുന്നത്. ഇങ്ങനൊരു മട്ടത്രികോണം വന്നിട്ടുണ്ട്. ആ മട്ടത്രികോണത്തിൻ്റെ നമുക്കറിയാം കർണം, ഇതിൻ്റെ കർണമാണ് ചോദിച്ചിട്ടുള്ളത്. കർണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് കർണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 100 സ്ക്വയർ 10 എന്ന് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇവിടെ അധികം ചില ക്വസ്റ്റ്യൻസിലെല്ലാം 90% ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ ചോദിച്ചാൽ ഇവിടെ പാദം 8 കിലോമീറ്ററാണ്, ലംബം 6 കിലോമീറ്ററാണ്. ഈ പാദം 8 ഏറ്റവും വലിയ സംഖ്യ ഇവിടെ 8 ആണല്ലോ. 8 × 2 16 എന്ന് വരും. ഈ 16-ന്ന് ഈ ലംബമായ 6 കുറച്ചാൽ നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. 90% ക്വസ്റ്റ്യനിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എല്ലാ ക്വസ്റ്റ്യനും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് 240? ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് 240? ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ n+1 ആണ് ക്വസ്റ്റ്യന്. അപ്പോൾ n+1 240 ആണ്. അപ്പോൾ n സ്ക്വയർ പ്ലസ് n ആണ് 240. കാരണം n സ്ക്വയർ n × 1 എന്ന് പറയുമ്പോൾ n സ്ക്വയർ പ്ലസ് n ആണ് 240 എന്ന് പറയുന്നത്. n സ്ക്വയർ പ്ലസ് n മൈനസ് 240 = 0. n+16 n-15 എന്ന് ആൻസർ കിട്ടും. നമുക്ക് -16 15 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 15 എന്നാണ്. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 1/4 മാർക്കും കുറയുകയും ചെയ്യും. ഒരു കുട്ടിക്ക് ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 75 മാർക്ക് ലഭിച്ചു എങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി കാണും? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്നാലും അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 75 മാർക്കാണ്. ആകെ മാർക്ക് 100 മാർക്കും വ്യത്യാസം 100 - 75 25 മാർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 25 മാർക്ക് എങ്ങനെയാണ്. 4 ക്വസ്റ്റ്യൻ തെറ്റിച്ചപ്പോൾ 1 മാർക്ക് പോയി. 8 ക്വസ്റ്റ്യൻ തെറ്റായപ്പോൾ 2 മാർക്ക്. അങ്ങനെ 20 ക്വസ്റ്റ്യൻ തെറ്റിയപ്പോൾ 5 മാർക്ക് പോയി. ടോട്ടൽ 25 മാർക്കായി. അപ്പോൾ 25 + 75 100 മാർക്കായി. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എത്ര ശരി ഉത്തരമാണ് ചോദിച്ചുള്ളത്. 20 തെറ്റുത്തരം എഴുതി 5 മാർക്ക് ഇവിടെ പോയി. അപ്പോൾ 75 മാർക്ക് കിട്ടി. 75 + 5 80 ശരി ഉത്തരമാണ് ആകെ ആ കുട്ടി എഴുതിയത്. 20-ാമത്തെ ക്വസ്റ്റ്യൻ. അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്, മനുവിന് ദീപകിനേക്കാൾ മാർക്കുണ്ട്. മാർക്ക് കുറവാണ്. വിനുവിന് ദീപകിനേക്കാൾ മാർക്കുണ്ട്. കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്ക്? ഇവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ 1-ാമത്തെ അനു, 2 വിനു, 3 ദീപക്, 4 മനു എന്ന് കിട്ടും. നമുക്ക് അനുവാണ് ഇവിടെ കൂടുതൽ മാർക്ക് കിട്ടിയത്. അനു എന്നാണ് കിട്ടിയത്.